ഒരു വ്യക്തി തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു രാജ്യത്തെ ദേശീയ പദവിയുള്ള പാർട്ടി അവസരങ്ങൾക്കനുസരിച്ച് തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എന്നാൽ അരനൂറ്റാണ്ടിലധികം ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ പല വിഷയങ്ങളിലും നിലപാടില്ലാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണ്. പൗരത്വ നിയമ ഭേദഗതിയിലും കശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ചും നിലപാട് വ്യക്തമാക്കാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിൽ പരിഹാസപാത്രമാവുകയാണ്. 54 വർഷത്തിനു മേൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് ചില വിഷയങ്ങളിൽ നിലപാടില്ലാതാവുക എന്നത് ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. പാർട്ടിയുടെ മുഖമാണ് തെരഞ്ഞെടുപ്പിന് അവർ പുറത്തിറക്കുന്ന പ്രകടന പത്രിക. എന്നാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ CA റദ്ദാക്കുമെന്ന് കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് കോൺഗ്രസ് ഒന്നും പറയുന്നില്ല. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടെ കാണുന്ന BJP സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ മൗനം പ്രകടന പത്രികയിലും ആവർത്തിച്ചു. ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കുമെന്ന പരാമർശത്തിൽ മാത്രം നിലപാടൊതുക്കി. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോഴും പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അധികാരങ്ങളെ സംബന്ധിച്ചും UAPA PMLA വകുപ്പുകളുടെ ദുരുപയോഗത്തിലും പ്രകടന പത്രികയിൽ മിണ്ടാട്ടമില്ല. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന മുൻ നിലപാടും പത്രികയിൽ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. കർഷകർക്ക് മിനിമം താങ്ങുവില വാഗ്ദാനം ചെയ്യുമ്പോഴും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ കോൺഗ്രസ് തയ്യാറല്ല. സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര ജീവനക്കാർക്കും പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരുന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യവും പ്രകടന പത്രികയിൽ ഇടം പിടിച്ചില്ല. അപ്പോഴും അവിടെ വേറിട്ട് നിൽക്കുന്നത് CPMന്റെ പ്രകടന പത്രികയാണ്. പൗരത്വ ഭേദഗതി നിയമവും UAPAയും റദ്ദാക്കുമെന്ന വാഗ്ദാനമാണ് CPM നൽകുന്നത്. 12 വിഭാഗങ്ങളായി തിരിച്ചാണ് CPM പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും. തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ ഫണ്ട് നൽകുന്നത് നിരോധിക്കും. ഡീസൽ പെട്രോൾ വില കുറയ്ക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ രാജ്യത്തെയും ജനങ്ങളെയും പാടെ മറന്നുകൊണ്ടാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം BJP സർക്കാർ നടപ്പാക്കിയ RSS അജണ്ടകൾക്ക് ബദലായ മാർഗനിർദ്ദേശങ്ങളോ വികസന കാഴ്ചപ്പാടുകളോ നിലപാടുകളോ ഇല്ലാതെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾക്ക് നൽകിയ പല മോഹന വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ കോൺഗ്രസ് വിഴുങ്ങി. തെളിച്ച വഴിയെ പോകുന്ന പാരമ്പര്യമുള്ള കോൺഗ്രസ് ഇപ്പോൾ BJP തെളിച്ച വഴിയിൽ കൂടി സുഗമമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.